അശ്വതി നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം ആൺകുതിരയാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ആൺകുതിരയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഏതു കാര്യവും കുതിര വേഗത്തിൽ ചെയ്തു തീർക്കണമെന്ന ചിന്തയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ചിന്തിക്കാതെ എടുത്തു ചാടും, മടിയില്ലാതെ പ്രവർത്തിക്കും. ക്ഷമയാണെങ്കിൽ തീരെയില്ല, ഊർജ്ജസ്വലരായിരിക്കും, പെട്ടെന്ന് തീരുമാനമെടുക്കും. അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടും. ആരുടെയും അടിമയാകാൻ ആഗ്രഹമില്ല. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാണ്. യാത്ര ചെയ്യാൻ തൽപരരാണ്. സാഹസികത ഇഷ്ടമാണ്, എന്നാൽ പേടിത്തൊണ്ടരുമാണ്. വിശ്വസ്തരായിരിക്കും. കള്ളം പറയുകയും ചതിക്കുകയും ചെയ്യില്ല. നേരെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. മനസ്സും നേരെ വാ നേരെ പോ എന്ന രീതിയാണ്. നിർബന്ധിച്ചാൽ ഇവർ അനുസരിക്കുകയില്ല. പെട്ടെന്ന് ദേഷ്യം വരും. ഇഷ്ടപ്പെട്ടാൽ എല്ലാം ചെയ്യും. ഇഷ്ടപ്പെടാൻ സമയമെടുക്കും. കൂട്ടത്തിൽ നിൽക്കാനാണ് ഇഷ്ടം. എന്നാലും ആളുകളുടെ മനസ്സ് ഒറ്റപ്പെട്ടു നിൽക്കും. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുകയില്ല. നല്ല ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കും. നേതൃഗുണം ലഭിക്കും. പൊതുവെ സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരിക്കും. കഷ്ടപ്പാടുകളെ തരണം ചെയ്യാൻ അസാധാരണ കഴിവുണ്ട്. ഇവർക്ക് ഒരു ഉപദേശം തരുന്നു: എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന സ്വഭാവം നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പത്തിൽ ചെന്ന് ചാടും. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുതിരയ്ക്ക് കൺമറ കെട്ടുന്നത് അതിനുവേണ്ടിയാണ്. ഏകാഗ്രത ശീലിക്കുക. തലവേദന, മൈഗ്രെയിൻ, അലർജി, ത്വഗ് രോഗങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുക. കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുക. മുറിയിൽ കുതിരയുടെ ചിത്രം വയ്ക്കുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഭരണി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ്. ആണാന. ആനയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളതെന്ന് നോക്കാം. ആന വളരെ ഓർമ്മശക്തിയുള്ള മൃഗമാണ്. പകയാണെങ്കിലും സ്നേഹമാണെങ്കിലും പഠിച്ച കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും മറക്കില്ല. തൻ്റെ ബലത്തെപ്പറ്റിയും മാനസിക ശക്തിയെപ്പറ്റിയും നല്ല ബോധമുള്ളവരാണ്. സിംഹത്തെ പോലും എതിർക്കാൻ കഴിവുള്ള മൃഗമാണ് ആന. ആന ഇടയുക എന്ന് കേട്ടിട്ടില്ലേ? പേടി തീരെയില്ല. ഇഷ്ടപ്പെട്ട ആളുകളെ മറന്നുകളയുകയില്ല. കഷ്ടപ്പാടുകളെ സമചിത്തതയോടെ തരണം ചെയ്യും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയില്ല. ക്ഷമയോടെ ജോലി ചെയ്യും. നടപ്പിനും പ്രത്യേകമായ ഒരു ഗാംഭീര്യം ഉണ്ടായിരിക്കും. പെട്ടെന്ന് ആരെയും വകവെക്കുന്ന സ്വഭാവം ഇവർക്കില്ല. സ്നേഹിച്ചാൽ മരണം വരെയും ആ സ്നേഹം പ്രകടിപ്പിക്കും. ഭരണി നക്ഷത്രക്കാരുടെ കുടുംബസ്നേഹം എടുത്തു പറയേണ്ട കാര്യമാണ്. കൂട്ടുകുടുംബമായി ജീവിക്കുന്നവരാണ് ആനകൾ. ഭരണി നക്ഷത്രക്കാർ കുടുംബത്തോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. കുടുംബത്തിൻ്റെ ശ്രേയസ്സാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ ദേഷ്യം വന്നാൽ നിയന്ത്രണമിടും, ശാഠ്യം കൂടും, പറഞ്ഞാൽ കേൾക്കില്ല. സ്വന്തം ഇഷ്ടം നടത്തും. പക മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവമുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും മറക്കില്ല, പക വീട്ടും. ചില സമയം അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. നന്നായി ഭക്ഷണം കഴിക്കുന്നതിനാൽ തടി വയ്ക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് മധുരത്തോടെ പ്രതിപത്തി കണ്ടുവരുന്നുണ്ട്. ഇവർക്ക് ചെറിയ ഒരു ഉപദേശം നൽകാം. ദേഷ്യം നിയന്ത്രിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക, ശാഠ്യം കുറയ്ക്കുക, ഗണപതിയെ പ്രാർത്ഥിക്കുക. ഇത് പൊതുവായ ഒരു ഫലം മാത്രമാണ്. ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് വലിയ മാറ്റങ്ങൾ സ്വഭാവത്തിലുണ്ടാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഉള്ളിലുള്ള മൃഗം പെണ്ണാട്, പെൺ ചെമ്മരിയാട്. പെൺ ചെമ്മരിയാടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇവർക്ക് കുടുംബം പ്രധാനമാണ്. സുഹൃത്തുക്കളും വേണം. ആടുകൾ കൂട്ടമായി നടക്കുന്നത് പോലെയുള്ള സാമൂഹ്യ ജീവിതമാണ് ഇഷ്ടം. ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം സുഖം മറന്ന് കുടുംബത്തിനു വേണ്ടി നന്നായി കഷ്ടപ്പെടും. ആട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നല്ല ചുറുചുറുക്കുണ്ടാവും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടും. ആടുകൾ മല കയറുന്നത് പോലെ റിസ്ക് എടുക്കും.
കാർത്തിക നക്ഷത്രക്കാർ ഉള്ളതുപോലെ പറയും. കള്ളത്തരമില്ല. നയപരമായ സമീപനം ഇല്ല. ആടിന് വൃത്തി നിർബന്ധമാണ്. കാർത്തികക്കാർ അഴുക്കിനോട് നല്ല വെറുപ്പുള്ളവരാണ്. പേടി സ്വഭാവമുണ്ട്. ചെറിയ ശബ്ദം പോലും ഭയമാണ്. ആട് മുമ്പേ പോകുന്ന ആടിനെ അനുകരിച്ചാണ് പിന്നാലെ പോകുന്നത്. കാർത്തിക നക്ഷത്രക്കാർ അനുകരണപ്രിയരാണ്. മറ്റുള്ളവരെ അനുകരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും. അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. അസൂയയുള്ളവരാണെങ്കിലും പുറത്ത് കാണിക്കില്ല. ഒന്ന് തീരുമാനിച്ചാൽ മാറ്റമില്ല. ശാഠ്യമുള്ളവരാണ്. നേതൃഗുണമുണ്ടാവും. ഇവർക്ക് ചെറിയൊരു ഉപദേശം നൽകാം. നിത്യവും സൂര്യ നമസ്കാരം ചെയ്യുക. ദേഷ്യം നിയന്ത്രിക്കുക. സുബ്രഹ്മണ്യനെ അല്ലെങ്കിൽ കുജനെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ അനുകരിക്കുന്നത് അപ്രിയം തോന്നാത്ത വിധം ആയാൽ നന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.